നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം, ഒന്നിനെ പറ്റിയും പൂർണ്ണമായ ഒരു സിദ്ധാന്തം ചമയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. ഒന്നിനെ പറ്റിയും പൂർണ്ണമായ ഒരു സിദ്ധാന്തം നമുക്ക് ചമയ്ക്കാൻ അവിടെ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ, എന്താ ഈ ഒരു പൂർണ്ണമായ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് അതിൻ്റേതായ ഒരു വ്യക്തത എന്നുള്ളതാണ്. ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിലോ, ഒരു വിഷയത്തെ നമ്മൾ കരുതുകയാണെങ്കിലോ, ഒരു വിഷയത്തെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയാണെങ്കിലോ, എന്ത് തന്നെയായാലും ശരി, ഒന്നിനെ പറ്റിയും നമുക്കൊരു പൂർണ്ണമായ ഒരു സിദ്ധാന്തം നമുക്ക് പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്കൊരു ചില വിഷയങ്ങൾ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് കരുതാം, എന്നൊക്കെ നമുക്ക് പറയാം, എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, അതിനനുസൃതമായി നമുക്ക് പ്രവർത്തിക്കാം. ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, പൂർണ്ണമായ ഒരു സിദ്ധാന്തം, പൂർണ്ണമായ ഒരു വിവരണം നമുക്ക് അതിനെ പറയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ ശരി തെറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യക്തത എന്താണ് എന്ന് നമുക്ക് ഒരുപക്ഷെ അതിനെ പറയാൻ പറ്റില്ലായിരിക്കാം. അതിൻ്റെ പൂർണ്ണമായ ഒരു രീതി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും നമുക്കുള്ളിലുണ്ടെങ്കിലും ശരി, പൂർണ്ണമായ ഒരു ചിന്ത, പൂർണ്ണമായ ഒരു വിവരണം ഒരുപക്ഷെ നമ്മൾ ശ്രമിക്കുമായിരിക്കാം. പക്ഷെ എന്നാലും അതിൻ്റേതായ ആ വ്യക്തമായ ഭാവം നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാലും നമ്മളൊരു പക്ഷേ ശ്രമിച്ചേക്കാം. പക്ഷേ പൂർണ്ണമായ ഒരു സിദ്ധാന്തം വിവരിക്കാൻ നമുക്ക് പറ്റുകയില്ല എന്നുള്ളതാണ്. കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.